29-ാം ദിവസം. ലൈംഗികത പവിത്രമാണ്. വിവാഹം സമഗ്ര പാരസ്പര്യമാണ്. ബാഹ്യ ആചാരങ്ങളായിരുന്നു പരീശരുടെയും നിയമജ്ഞരുടെയും വിഷയം. യേശുവിൻ്റെ വിഷയം ആന്തരിക അവസ്ഥയാണ്. നിങ്ങൾ കൊന്നിട്ടില്ല, എന്നാൽ കൊല്ലാവുന്ന വിദ്വേഷം മനസ്സിൽ വച്ചിട്ടുണ്ടോ? പിടിച്ചു പറിച്ചിട്ടില്ല, എന്നാൽ ഉള്ളിൽ ധനാർത്ഥിയുണ്ടോ? സാപത്താചരണം ലംഘിക്കാതിരിക്കാൻ സഹോദരങ്ങളോട് അത്യാവശ്യങ്ങളിൽ പോലും നിങ്ങൾ സഹായിക്കില്ല, എന്നാൽ വെള്ളത്തിൽ വീണ മൃഗങ്ങളെ രക്ഷിക്കുന്നില്ലേ? വ്യഭിചരിച്ചിട്ടില്ല, എന്നാൽ ഉള്ള് ലൈംഗിക ആസക്തി കൊണ്ട് എരിയുകയാണോ? വ്യഭിചരിച്ചെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ എറിഞ്ഞു കൊല്ലുവാൻ കാത്തു നിൽക്കുന്നവരോട് പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് യേശു പറഞ്ഞത്. അവർ മുതിർന്നവർ മുതൽ ഒന്നൊന്നായി സ്ഥലം വിട്ടു. യേശു സ്വാഭാവികമായ സ്വാതന്ത്ര്യത്തോടെ എല്ലാ സ്ത്രീകളോടും പെരുമാറി. ഉത്ഥാനത്തിന് ശേഷം ആദ്യം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ത്രീക്കാണ്. 12 പേരെ കാര്യം അറിയിക്കുവാൻ ചുമതലപ്പെടുത്തിയതും അവളെ തന്നെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നും യേശുവിൻ്റെ പുതിയ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും പൗലോസ് പഠിപ്പിച്ചത് വിപ്ലവം തന്നെയായിരുന്നു. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും അടുത്ത് അനുഗമിക്കുവാനും എനിക്ക് കൃപ തരിക. ആമേൻ.